ഹലോ, നമ്മളെല്ലാവരും കാത്തിരുന്ന SSC-GD 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 5-ാം തീയതി തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ssc.gov.in അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒരുപാട് പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരുന്ന പരീക്ഷയാണ്. ഇനി അടുത്ത വരാൻ പോകുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ഡേറ്റുകൾ നോക്കാം, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നോക്കാം, പരീക്ഷ പാറ്റേണിലോ വേക്കൻസീസ് എത്ര നോക്കാൻ തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇപ്പോൾ വന്നൊരു നോട്ടിഫിക്കേഷൻ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഈ PDF ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് സെപ്റ്റംബർ 5, ഇന്ന് മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ടെനേറ്റീവ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത്. സെപ്റ്റംബർ 5 വിളിച്ചു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും പരീക്ഷ എന്ന ഇൻഫർമേഷൻ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്ന കാര്യമാണ്. ഇനി നമുക്ക് മേജറായിട്ട് അറിയേണ്ട കാര്യം വേക്കൻസീസ് എത്രയാണ്, എത്ര വേക്കൻസിയാണ് കറൻലി ഉള്ളത്. നമുക്ക് ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും സെപ്പറേറ്റ് വേക്കൻസീസ് ഓരോ ഫോഴ്സ് അനുസരിച്ച് BSF CASF ഇങ്ങനെ ഓരോ ഫോഴ്സ് അനുസരിച്ചിട്ട് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ മെയിൽ വേക്കൻസീസ് എന്ന് പറയുന്നത് ടോട്ടൽ 35,612 വേക്കൻസീസ് ആണ്. ഫീമെയിൽ വേക്കൻസീസ് ടോട്ടൽ 3,869 വേക്കൻസീസുമാണ്. അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ വേക്കൻസി ആഡ് ചെയ്താൽ 39,481 വേക്കൻസീസ് ആണ്. പിന്നെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സാധാരണ പോലെ തന്നെ 18 മുതൽ 23 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി ഉള്ളവർക്ക്. OBC കാറ്റഗറി ഉള്ളവർക്ക് 3 വർഷം റിലാക്സേഷനും SC/ST കാറ്റഗറിക്ക് 5 വർഷം റിലാക്സേഷനും ഉള്ളതാണ്. സാധാരണ പോലെ തന്നെ നോർമലി ഉള്ള അതേ പ്രോസസ്സ് തന്നെയാണ്. ഇനിയും എക്സാം പാറ്റേണിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ വർഷവും മറ്റ് ചേഞ്ചുകളൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ SSC-GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ദിശ അക്കാഡമിയുടെ സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ റെഗുലറായിട്ട് ക്ലാസ്സസ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾക്കൊരു കൂടുതൽ പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു മോട്ടിവേഷൻ ആയല്ലോ. എക്സാമിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സാം പാറ്റേണിലും ആക്ച്വലി മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 80 ചോദ്യങ്ങൾ, ഓരോ സെക്ഷനിൽ നിന്നും 40 ചോദ്യങ്ങൾ, ടോട്ടൽ 20 ഓരോ സെക്ഷനിൽ നിന്നും 20 ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾക്ക് 40 മാർക്ക്. അങ്ങനെ 80 ക്വസ്റ്റ്യൻസ് 160 മാർക്ക്. 1 മണിക്കൂർ തന്നെ. ചോദ്യങ്ങളിലോ ടോപ്പിക്കുകളിലോ ഒന്നും യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. പഴയ പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യോധ ക്ലാസ് സീരീസ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും പുതിയ പെയ്ഡ് കോഴ്സായ SSC-GDയുടെ പെയ്ഡ് കോഴ്സ് നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഒരു ബാച്ച് കൂടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ SSC-GDയുടെ കോഴ്സിനെ സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.